വർഷങ്ങളായി കേളകത്ത് ഭീഷണിയായി നിലനിന്നിരുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് നീക്കം ചെയ്തു. കേളകം പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി ജോസഫിന്റെ നേതൃത്വത്തിലാണ് കേളകം ബസ് സ്റ്റാൻഡിന് പുറകുവശത്തുണ്ടായിരുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് നീക്കം ചെയ്തത്. തുരുമ്പെടുത്ത് ദ്രവിച്ച് ഉപയോഗശൂന്യമായി ഏതു നിമിഷവും തകർന്നു വീഴാമെന്ന നിലയിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഭീഷണിയായി ഈ പ്ലാന്റ് നിലനിൽക്കുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി. കേളകം പഞ്ചായത്തിലെ പുതിയ ഭരണസമിതിയുടെ സമഗ്ര വികസന പദ്ധതികളിൽ ഉൾപ്പെടുത്തി കേളകം ടൗണിൽ ജനങ്ങൾക്ക് ഭീഷണിയായി നിലനിൽക്കുന്ന ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ലിസി ജോസഫ് ട്രൂത്ത് വിഷനോട് പറഞ്ഞിരുന്നു. നമ്മുടെ മുൻപിൽ കാണുന്ന ഈ ദൃശ്യം അത് 12 വർഷങ്ങൾക്ക് മുൻപ് കേളകം ഗ്രാമപഞ്ചായത്തിൽ മാലിന്യ സംസ്കരണത്തിന് യാതൊരു മാർഗവും ഇല്ലാതിരുന്ന ഒരു സമയത്താണ് ആ ഭരണസമിതി ഇവിടെ ഇൻസുലേറ്റർ സ്ഥാപിച്ചുകൊണ്ട് വിവിധങ്ങളായ പഞ്ചായത്തുകളിലും പൊതുസ്ഥാപനങ്ങളിലും മാലിന്യ സംസ്കരണ മേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം എന്ന നിലയിലാണ് അന്ന് ഇതുപോലെയുള്ള ഇൻസുലേറ്റർ സ്ഥാപിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. ഒരു 3 അംഗങ്ങൾ അടങ്ങുന്ന സ്ത്രീകളായിരുന്നു അത് നന്നായി കൈകാര്യം ചെയ്തു പോന്നിരുന്നത്. കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന വേസ്റ്റ് ആ റൂമിനുള്ളിൽ കൊണ്ട് സൂക്ഷിക്കുകയും അത് ആ സ്ത്രീകൾ അതിനകത്ത് ശാസ്ത്രീയമായ രീതിയിൽ ട്രെയിനിങ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കത്തിക്കുകയും അത് പരിപാലിക്കുകയും ചെയ്തു പോന്നിരുന്നു. എന്നാൽ 2-3 വർഷങ്ങൾ കഴിയുമ്പോൾ പഞ്ചായത്തിൻ്റെ ഭരണം മാറി അധികാരത്തിൽ വന്നവർ ഒരു കരുണയും കാണിക്കാതെ ആ ക്ലീനിങ് തൊഴിലാളികളെ നിഷ്കരുണം പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. അങ്ങനെ പിരിച്ചുവിട്ടു. പക്ഷേ പുതിയ ആളുകളെ വെച്ചപ്പോൾ അവർക്കത് ശരിയായ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ ട്രെയിനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പരിപാലിക്കാൻ സാധിക്കാതെ പോവുകയും ആ പരിപാലനത്തിൻ്റെ പോരായ്മയുടെ അനന്തരഫലമെന്ന നിലയിൽ അത് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. കഴിഞ്ഞ 12 വർഷമായി ഇവിടെ നിലനിൽക്കുന്ന ഈ ഇൻസുലേറ്റർ ജനങ്ങളുടെ ജീവന് അടക്കം ഭീഷണിയാകുന്ന വിധത്തിൽ കച്ചവട സ്ഥാപനങ്ങൾക്കടക്കം സമാധാനത്തോടെ ഇവിടെ ഇരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴായി തീരുമാനങ്ങൾ ഇത് മാറ്റാൻ വേണ്ടി എടുത്തു എങ്കിൽ പോലും അത് നടപ്പിലാക്കാൻ സാധിക്കാതെ പോയിടത്താണ് അതിശക്തമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഈ പഞ്ചായത്ത് ഭരണ സംവിധാനം ഇത് മാറ്റിയേ അടങ്ങൂ എന്നുള്ള നിലപാടുമായി മുൻപോട്ട് പോകുന്നത്. ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ ജനഹിതം അറിഞ്ഞ് ജനങ്ങൾക്ക് ഭയവും ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾക്ക് ഭീതി പരത്തുന്നതുമായ അന്തരീക്ഷങ്ങൾ ഉൾപ്പെടെ അവിടെ എത്ര ശക്തമായ ഇടപെടലുകൾ നടത്തിയിട്ടാണെങ്കിലും എത്ര ഉന്നതരായ ഉദ്യോഗസ്ഥരുടെ മുൻപിൽ ജനപക്ഷ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് സംസാരിക്കേണ്ടി വന്നാലും അത് സംസാരിച്ച് ജനപക്ഷ നിലപാടിനൊപ്പം നിന്നുകൊണ്ട് തീരുമാനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പഞ്ചായത്ത് ഭരണ സംവിധാനത്തിൻ്റെ ഇടപെടലുകളുടെ തെളിവുകളാണ് ഈ കാണുന്ന ഓരോന്നും. ഇങ്ങനെ തന്നെ ഈ പഞ്ചായത്ത് ഭരണ സംവിധാനം ജനങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ട്രൂത്ത് വിഷൻ ന്യൂസ്, കേളകം.